ഹായ് ജോമി. രേഷ്മ, ഐ നീഡ് ടു ടോക്ക്. എന്ത്? എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്താ പതിവില്ലാതൊരു ഇംഗ്ലീഷ് ഒക്കെ? പച്ച മലയാളത്തിൽ ചോദിച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയണല്ലോ. അപ്പൊ ഇംഗ്ലീഷ് ചോദിക്കുമ്പോഴെങ്കിലും പറയട്ടെന്ന് വെച്ചു. എന്നോട് മലയാളത്തിൽ ചോദിച്ചാൽ മാത്രമേ ഞാൻ അതിന് ഉത്തരം കൃത്യമായിട്ട് തരൂ. ഓക്കെ, എങ്കിൽ നീ പറ. എന്ത് പറയാൻ? ഇവിടെ എന്താണ് നടക്കണെന്ന് പറ. ഇവിടെ എന്താ നടക്കുന്നേ? വാ, സൂപ്പർ ആക്ടിങ്. എടി, അഭിനയം എന്ന് പറഞ്ഞ പല പണിയും ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ അടുത്ത് ആക്ടിങ് ഇറക്കല്ലേ. അതെയോ? എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട് കേക്കട്ടെ. എടി, കൈ നിറയെ ശമ്പളമുള്ള ജോലി, സമാധാനമുള്ള കുടുംബജീവിതം, ഇതെല്ലാം കളഞ്ഞ് സിനിമ എന്ന് പറയുന്ന ഭ്രാന്ത് തലയ്ക്ക് കയറി അതുപോലെ ഭ്രാന്ത് പിടിച്ച കുറെ എണ്ണത്തിന്റെ കൂടെ കൂടി 10 പൈസ കയ്യിലില്ലായിരുന്നിട്ടും പട്ടിണി കിടന്നിട്ട് നമ്മളൊക്കെ ആവുന്നതൊക്കെ നമ്മൾ ചെയ്തു നോക്കിയിട്ട് ഒന്നും വട്ടം കാണില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടിൽ വന്ന് ഇവിടത്തെ മീഡിയ കമ്പനികളിൽ മൊത്തം കയറി ഇറങ്ങി ചാൻസ് ചോദിച്ച് കാല് പിടിച്ച് അഭിനയിച്ച് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി, കാറ്ററിങ്ങിന് പോയി, വണ്ടി ഓടിക്കാൻ പോയി, ആ കിട്ടുന്ന പൈസയ്ക്ക് കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചിട്ട് അവസാനം ഒന്നും ആവാതെ വന്നപ്പോഴാണ് ഞാൻ ഈ കമ്പനി ഒന്ന് തുടങ്ങിയത്. എൻ്റെ അടുത്ത് നീ അഭിനയിക്കരുത് കേട്ടോ. പറ പറ പറ. സാധാരണ തമവും ഞാൻ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. സത്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നല്ല. എനിക്ക് ചോദിച്ച ചോദ്യം എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. ഓക്കെ, നീ ഇങ്ങോട്ട് ഇരി. ഇങ്ങോട്ട്? എടി, എന്റെ തലയിലോട്ട് കയറി. അയ്യോ, ഇത്രയും പൊക്കത്തിൽ നിക്കുവല്ലേ? ഒന്ന് താന്നെന്നാ ഞാൻ പോയി. ഓ, അതോ? ഓക്കെ, പറ. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആയിരിക്കും, നിന്റെ ഉത്തരവും സ്ട്രൈറ്റ് ആയിരിക്കണം. ഈ ചോദ്യം എന്നൊക്കെ പറയുമ്പം വല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവോ? അറ്റ്ലീസ്റ്റ് ഒരു ലൈഫ് ലൈനെങ്കിലും തരുവോ? അതായത് ഇനിയിപ്പോ ജോമി ചോദിക്കുന്ന ചോദ്യം എങ്ങനെ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഈ മനഃപൂർവ്വം പറയാത്തതാണല്ലോ എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞതാ. എന്നാ പറ്റി? എന്തെങ്കിലും തണുത്തുള്ള എന്തെങ്കിലും കുടിക്കെടുക്കണോ? ഞാൻ നിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കും. ചോദിക്കുന്നതിന് മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ? എന്താണ് ടോമിയും മീനുവും തമ്മിലുള്ള ഇടപാട്? അതിന് ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ. സാമ്പത്തിക ഇടപാടല്ല, ഇവർക്ക് തമ്മിൽ ഇടയിൽ എന്താ? ഇവർക്കോ? എനിക്കറിയില്ലല്ലോ. അതിന് എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ തല കുളക്കും. പറ. ഇനിയിപ്പോ ഞാനത് പറഞ്ഞിട്ടാണ് അവരുടെ രണ്ടുപേരുടെ ലൈഫും കൂടി ഇല്ലാണ്ടാവാൻ. ഞാൻ അത്ര കാരണമാണോ? പിന്നല്ലേ? അല്ല. എടി, എന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വരാത്തിടത്തോളം കാലം ഞാൻ ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോഴും നീ ഉത്തരം പറഞ്ഞില്ല. എന്താ ഇവർക്കിടയിലെ ഇടപാട്? പറ. അത് പിന്നെ ഈ ഉത്തരം പറയുന്നത് വരെ എപ്പിസോഡ് നീട്ടിക്കൊണ്ടുപോയി ക്ലിപ്പ് ഹാങ്ങറിൽ തൂക്കാൻ ഇത് സീരിയൽ അല്ല. നീ ഉത്തരം പറയുന്നവരെ ഞാൻ ചോദിച്ചോണ്ടേയിരിക്കും. മനസ്സിലായോ? അതിന് ഇവര് തമ്മിൽ എന്താ ബന്ധമുള്ളതെന്ന് ഇവര് തന്നെ പരസ്പരം പറഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ എന്താണ് പറയേണ്ടത് ഞാന്? അതായത് ഈ ടോമിക്ക് മീനുവിനോട് എന്തോ ഒരിതുണ്ട്. അത് മീനുവിനറിയാം. മീനുവിന് തിരിച്ചും ടോമിയോട് എന്തോ ഒരിതുണ്ട്. അത് ടോമിക്കും അറിയാം. പക്ഷെ ഇവരിത് എന്താന്നുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്കതറിയില്ല. പിന്നെ മാത്രല്ല, ഈ മീന് വിചാരിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ എന്നുള്ളത് നമ്മുടെ ടോമിക്കും അറിയില്ല. ടോമി വിചാരിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ നമ്മുടെ മീനുവിനും അറിയില്ല. എന്റെ പൊന്നെ, ഇതാണ് ഇവർ തമ്മിലുള്ള ഇപ്പത്തെ ബന്ധം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വല്ലതും മനസ്സിലായിരുന്നോ? സീരിയസ്ലി? ഇറ്റ്സ് എ മെഡിക്കൽ മിറക്കിൾ. ഇവര് തമ്മിൽ എന്താ ഇത്ര ചർച്ച? ചോദ്യം ചെയ്യാനാണെന്ന് തോന്നുന്നു. അല്ല, ഇതൊക്കെ ഇപ്പൊ എന്തിനാ എന്നോട് ചോദിച്ചത്? ഇവിടെ ഈ കാര്യം എല്ലാവർക്കും അറിയാം. എനിക്ക് മാത്രം അറിഞ്ഞൂടാ. എന്റെ അടുത്ത് ആരും പറഞ്ഞില്ല. അപ്പൊ അത് എന്തിനാണെന്ന് എനിക്ക് അറിയണമല്ലോ. അതിനായിട്ടുള്ളൊരു തോന്നലാണ്. പിന്നെ ജോമിയുടെ അടുത്ത് വന്ന് ഇതൊന്നും ആരും പറയാത്ത എന്താന്ന് എനിക്കും അറിയില്ല. ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും. പേടിച്ചിട്ടാ? ഞാൻ ഇവിടെ എല്ലാരും പിടിച്ച് തിന്ന മൃഗോ? ഞാൻ മനുഷ്യനാണ്. എന്നെ എന്തിനാണ് പേടിക്കുന്നത്? കേട്ടോ, ഇതെന്നാ പറഞ്ഞത്? ഇങ്ങനെ ചാടി കടിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും കാര്യം വന്ന് പറയൂ ജോമിയുടെ അടുത്ത്. ശരി, എന്നെ പേടിച്ചിട്ടാണല്ലോ അപ്പൊ ഇവിടെ ആരും എന്റെ അടുത്തൊന്നും പറയാത്തത്. വേണ്ട, ഇപ്പൊ ഞാനായിട്ട് എല്ലാം കണ്ടുപിടിച്ചല്ലോ. അപ്പൊ എനിക്ക് ഇനി എല്ലാവരെയും ഒന്ന് കാണേണ്ടതുണ്ട്. അതെന്തിനാ ചിലരെയൊക്കെ പോയി കാണുന്നത്? അതൊക്കെ ഉണ്ട്, വഴിയേ അറിയും. അപ്പൊ വിചാരിച്ച പോലെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി മേഡം പറഞ്ഞ പോലെ കയ്യും കെട്ടി നോക്കി നിൽക്കൊണ്ട് ഈ വിഷയം കത്തിച്ചേക്കാം. അതിനിപ്പോ എന്തൊരു ഐഡിയ? അപ്പൊ അങ്ങനെ തന്നെ ചെയ്തേക്കാം.
ഇന്നേ തുമ്മേ കാത്തു നിൽപ്പൂ ഒരു ആവശ്യത്തിന് അന്വേഷിച്ച കാണില്ല, തേടിയ വള്ളി കാലി ചുറ്റി. എന്ത് നന്നായിട്ടാണ് ടോമി നീ പാടുന്നത്. ശ്ശോ, സമ്മതിക്കണം, ഒരു അവസരമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നീ എവിടെ ചെന്ന് എത്തിയെന്നെ. ഇത്രയും പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ്. ടോമി ടോമി അപകടം. എന്തുവാടാ, എന്ത് പറ്റി? ടോമി മീനും തമ്മിലുള്ള ബന്ധം ടോമി അറിഞ്ഞു. കടവുളെ ചതിച്ച